സിറ്റിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വിന്ധ്യ തന്റെ പേരിൽ കേസെടുക്കണമെന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ആ ഒരു കേസ് കോടതിയിലേക്കും എത്തുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തതെന്ന് ജഡ്ജി ചോദിക്കുന്ന സമയത്താണ് കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ടുള്ള കാരണങ്ങൾ വിന്ധ്യ ഓരോന്നോരോന്നായി തുറന്നു പറയുന്നത്. അതൊക്കെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് തെലുങ്കിൽ ഏറ്റവും പുതുതായിട്ട് റിലീസായ യൂഫോറിയ എന്ന സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലും കറക്റ്റ് സീനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലേ? അതുകൊണ്ട് വീഡിയോ ഇഷ്ടമുള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യാനായിട്ട് മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ ഹൈദരാബാദ് കോർട്ടിലേക്ക് വ്യത്യസ്തമായൊരു കേസ് എത്തുകയാണ്. വിന്ധ്യ എന്ന സ്ത്രീ സ്വന്തം പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു. തനിക്കെതിരെ കേസെടുക്കണമെന്നാണ് വിന്ധ്യ ആവശ്യപ്പെട്ടിരിക്കുന്നതും. വിന്ധ്യ ഇതിനു മുമ്പും മകനെ കാരണം ഒരു കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇനി മകന് വല്ലതും വിന്ധ്യയെ കൊന്നതായിരിക്കുമോ എന്നായിരുന്നു മീഡിയക്കാരുടെ ചർച്ച. കോർട്ട് ഹിയറിംഗിൽ ജഡ്ജ് എന്തിനാ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്റെ മകനെ നന്നായി വളർത്തിയില്ല, അതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നതായിരുന്നു വിന്ധ്യയുടെ മറുപടി. വിന്ധ്യയുടെ മകനായ വികാസ് ആരാണെന്നാണ് പിന്നീട് കാണിക്കുന്നത്. സിറ്റിയിലെ വികാസ് പബ്ലിക് സ്കൂൾ എന്ന വലിയ സ്കൂൾ നടത്തുകയാണ് വിന്ധ്യ. വിന്ധ്യയുടെ മകനാണ് ഈ വികാസ്. വികാസ് ആ സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. അവരുടെ സ്കൂളിൽ വലിയ വലിയ പണക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും മക്കളൊക്കെ പഠിക്കുക. വികാസ് ഉൾപ്പെടെ അവരെല്ലാം ചേർന്ന് ഒരു ഗ്യാങ് ആണ്. ഈ ഒരു ഗ്യാങ്ങിന്റെ നേതാവ് വികാസ് തന്നെയാണ്. എല്ലാ തരത്തിലുള്ള പരിപാടികളും ഈ ഗ്യാങ്ങിന്റെ കൈവശമുണ്ട്, പ്രത്യേകിച്ച് വികാസിന്റെ. അതിനുശേഷം അതേ സ്കൂളിൽ +1 പഠിക്കുന്ന ചൈത്ര എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച പെൺകുട്ടിയാണ് ഈ ചൈത്ര. ഒരു IAS ഓഫീസർ ആകണമെന്നാണ് അവളുടെ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കും. വീട്ടുകാരെ പോലും ഉണർത്തുന്നത് അവളാണ്. അവർക്ക് വേണ്ടിയിട്ട് കോഫിയൊക്കെ ചൈത്ര ഇട്ട് കൊടുക്കും. അത്രയും നല്ലൊരു പെൺകുട്ടിയാണ് ചൈത്ര. IAS ഓഫീസർ ആകാൻ വേണ്ടിയിട്ട് രാപകലില്ലാതെ പഠിക്കും. ഒരിക്കൽ അവളുടെ ഫ്രണ്ട്സ് പാർട്ടിക്ക് പോകുവാനായിട്ട് ചൈത്രയെ വിളിക്കുന്നു. പക്ഷേ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കും. അവൾക്ക് ഇങ്ങനെയുള്ള പാർട്ടിക്കൊന്നും വലിയ താല്പര്യമേ ഇല്ല. നല്ല ഫണ്ണായിരിക്കും, നീ വാ, ഞാൻ നിന്റെ പാരന്റ്സിനോട് സംസാരിക്കാമെന്ന് കൂട്ടുകാരി പറയുമ്പോൾ ചൈത്ര ഓക്കെ പറയുന്നു. അങ്ങനെ അച്ഛനോട് കൂട്ടുകാരി അത് ചോദിക്കുക. എപ്പോഴും പഠിത്തത്തിന് വേണ്ടിയിട്ടല്ലേ നീ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഇത്തവണ പാർട്ടിക്കൊക്കെ പോയി കൂട്ടുകാരോടൊപ്പം ഒന്ന് എൻജോയ് ചെയ്യ്, റിലാക്സ് ചെയ്തിട്ട് വരുവാനായിട്ടും അച്ഛൻ പറയുന്നു. അങ്ങനെ കൂട്ടുകാരികൾക്കൊപ്പം ചൈത്ര പബ്ബിലേക്ക് പോവുകയാ. അവിടെ വികാസും കൂട്ടുകാരും ഉണ്ടായിരുന്നു. വികാസിന് ചൈത്രയെ കണ്ടതും ഇഷ്ടമായി. ആരംഭത്തിൽ നോർമൽ ഫ്രണ്ടായിട്ടൊക്കെ പെരുമാറും. എല്ലാവരും എൻജോയ് ചെയ്ത് നേരം ഒരുപാടായതിനാൽ ചൈത്ര പോകുവാനായി ഇറങ്ങുകയാണ്. അച്ഛനാണ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായി വരുന്നത്. വീട്ടിലെത്തിയ ചൈത്രയാണെങ്കിൽ വളരെ ടയേർഡായിരുന്നു. പാർട്ടിയിൽ എൻജോയ് ചെയ്തതായിരിക്കുമെന്നാണ് വീട്ടുകാർ കരുതിയത്. അടുത്ത ദിവസം ബാത്റൂമിലെ ടാപ്പ് തുറന്നുവിട്ട് ഉറക്കി കരയുക ചൈത്ര. കാലിലൂടെ ഒരുപാട് ബ്ലഡും വരുന്നുണ്ട്. തലേ ദിവസത്തെ പാർട്ടിയിൽ അവൾക്ക് എന്തോ സംഭവിച്ചുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. പാർട്ടിക്ക് പോയി വന്നതിൽ പിന്നെ ആരോടും അവൾ മിണ്ടുന്നില്ല. അത് ശ്രദ്ധിച്ച അച്ഛനാണെങ്കിൽ പാർട്ടിയിൽ എന്താ സംഭവിച്ചതെന്ന് ചൈത്രയോട് ചോദിക്കുന്നു. അപ്പോഴാണ് തനിക്ക് സംഭവിച്ച ആ ഒരു ക്രൂര സംഭവത്തെക്കുറിച്ച് ചൈത്ര തുറന്നു പറയുന്നത്. പാർട്ടിയൊക്കെ കഴിഞ്ഞ് പോകുവാനായിട്ട് അച്ഛനെ കാത്ത് നിൽക്കുകയാ. അതേ സമയം തന്നെയായിരുന്നു ചൈത്രയ്ക്കടുത്തേക്ക് വികാസ് വരുന്നതും. വികാസ് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവളടുത്ത് സംസാരിക്കുന്നത്. പോകുവാനായി ഇറങ്ങിയോ? എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, കേക്ക് കട്ട് ചെയ്യാനായി പോവുക, നീയും വരുന്നോ എന്ന് ചോദിക്കും. ആദ്യമൊക്കെ ചൈത്ര പോകുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. പിന്നെ അത്രയും നല്ല സ്നേഹത്തോടു കൂടി ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ പോകുവാനായിട്ട് അവൾ തയ്യാറാകുന്നു. അങ്ങനെ വികാസ് കൊണ്ടുവന്ന കാറിലേക്കാണ് ചൈത്ര കയറുന്നതും. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ പെട്രോൾ തീർന്നു, വേറൊരു കാറിൽ പോകാമെന്ന് വികാസ് പറയും. അപ്പോൾ അവിടേക്ക് വന്നതോ ഗവൺമെന്റിന്റെ കാറായിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു കാറ് കണ്ടതും കുഴപ്പമൊന്നുമില്ലല്ലോ, ഫ്ലാഗ് ഒക്കെ ഇരിക്കുന്നല്ലോ എന്നൊരു സമാധാനത്തിൽ ചൈത്ര ആ ഒരു കാറിലേക്ക് കയറി. എന്നാൽ ആ ഒരു കാറിനുള്ളിലായിട്ട് വികാസിന്റെ മറ്റു ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. കാറിൽ കയറി ആളൊഴിഞ്ഞ വശത്തേക്കാണ് ആ ഒരു കാർ പോയതും. ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കാർ പാർക്ക് ചെയ്തതിനു ശേഷം ഓരോരുത്തരായിട്ട് അവളോട് ക്രൂരമായി പെരുമാറുവാനും തുടങ്ങി. ഓരോരുത്തരും അവളെ ക്രൂരമായി റേപ്പ് ചെയ്തു. അതെല്ലാം വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ചൈത്ര അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുക. അത് കേട്ട് അവളുടെ പാരന്റ്സ് ആകെ തകർന്നു പോകുന്നു. ഇനി എന്ത് ചെയ്യും? തങ്ങളുടെ മകളുടെ ഭാവി ഇതോടുകൂടി തീർന്നല്ലോ എന്ന് അച്ഛനും അമ്മയും ചിന്തിച്ചു നിൽക്കുന്ന സമയമായിരുന്നു ചൈത്ര മറ്റൊരു കാര്യം പറയുന്നത്. ഞാൻ ഒന്നിനും പ്രതികരിക്കാതെ എന്നോടിങ്ങനെ ചെയ്തവരൊക്കെ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ കരുതണോ? എന്താ പെൺകുട്ടികൾക്കാർക്കും രാത്രി പബ്ബിലൊന്നും പൊക്കിയൂടെ? അഥവാ പോകുവാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരോടൊക്കെ ഇങ്ങനെ തന്നെ പെരുമാറുമോ? എന്നോടിങ്ങനെ ചെയ്തവരെയൊക്കെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരെ ഞാൻ ജീവിക്കാനായിട്ട് അനുവദിക്കില്ല. എനിക്ക് നീതി വേണമെന്നും ചൈത്ര പറയുന്നു.
ചൈത്രയ്ക്ക് അത്രയ്ക്കും വാശിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ പാരന്റ്സിനെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്നത് ഒരു ലേഡി ഇൻസ്പെക്ടർ ആയിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം ഇൻസ്പെക്ടറിനോട് പറയും. എന്നാൽ ആ പയ്യന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോഴോ ആ പയ്യന്മാരെല്ലാം വലിയ വലിയ ആളുകളുടെ മക്കളാ. രാഷ്ട്രീയക്കാരുടെയും വലിയ ബിസിനസ്സുകാരുടെയും ഒക്കെ മക്കളാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് നീതി കിട്ടുവാനായിട്ട് വലിയ പാടായിരിക്കും. എങ്കിലും നിന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഞാനും തയ്യാറാണെന്ന് ആ ഒരു ഇൻസ്പെക്ടർ പറയുന്നു. അതോടുകൂടി ചൈത്രയ്ക്കും കുറച്ച് സമാധാനം കിട്ടുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് വികാസിന്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണെങ്കിൽ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. വീഡിയോ ഇന്റർനെറ്റിലൊക്കെ അപ്ലോഡ് ചെയ്തതിന് കൂട്ടുകാരൻ അവരൊക്കെ ഒരുപാട് വഴക്ക് പറയുന്നു. വീഡിയോ വൈറലായതോടുകൂടി അതാകെ പ്രശ്നമാകുവാനും തുടങ്ങി. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേസാകുമെന്ന് പേടിച്ച് ഓരോ കൂട്ടുകാരായിട്ട് ഒഴിഞ്ഞു മാറുകയാ. എന്നാൽ മറ്റൊരു വശത്ത് ഈ ഒരു പ്രശ്നം വളരെ വൈറലായതുകൊണ്ട് തന്നെ കേസ് അന്വേഷിക്കുവാനായിട്ട് പുതിയൊരു ഉദ്യോഗസ്ഥൻ ചാർജ് എടുക്കുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ റേപ്പ് ചെയ്യുവാനായിട്ട് ഉപയോഗിച്ച ആ ഒരു വണ്ടി കണ്ടെത്തുകയും ഇവർക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തുകയും ചെയ്തു. ഇനി അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയില്ല. കാരണം തെളിവുകളെല്ലാം അവർക്കെതിരാണ്. ഓരോ പയ്യന്മാരെയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാ. വികാസിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി വികാസിന്റെ അച്ഛനും അമ്മയും ആകെ തകർന്നു പോവുകയാണ്. അവർ വിഷമിച്ചത് അവരുടെ മകനെ അറസ്റ്റ് ചെയ്തത് കൊണ്ടായിരുന്നില്ല. മകനെ നന്നായിട്ട് വളർത്താത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മകൻ ചെയ്ത ആ ഒരു തെറ്റിനെ ഓർത്താണ് അച്ഛനും അമ്മയും കരയുന്നത്. എന്തുകൊണ്ടായിരിക്കാം മകൻ ഇങ്ങനെ ആയിപ്പോയത് എന്നതായിരുന്നു അവരുടെ ചിന്തയും. തന്റെ മകനെ നന്നായിട്ട് വളർത്താൻ കഴിയാത്ത ഒരമ്മയ്ക്ക് ഒരിക്കലും ഒരു സ്കൂളിന്റെ ഉയർന്ന പദവിയിൽ ഇരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ താൻ ഇപ്പോൾ ഉള്ള സ്ഥാനത്തിൽ നിന്നും വിന്ധ്യ ഒഴിയുകയും ചെയ്തു. വികാസിനെയും കൂട്ടരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുക. എത്ര തന്നെ ചോദിച്ചിട്ടും അവന്മാർ ഒന്നും പറയുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കേസ് തെളിയിക്കുമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും. പ്രസ് മീറ്റ് വിളിച്ചു ചേർത്ത പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ പയ്യന്മാരൊക്കെ ആരുടെ മക്കളാണെന്നുള്ള കാര്യവും പുറത്തറിയിക്കുകയാണ്. അതോടുകൂടി അവർക്കൊക്കെ ആകെ നാണക്കേടാകുവാനും തുടങ്ങി. മാത്രവുമല്ല ഇവന്മാരുടെ വായിൽ നിന്ന് തന്നെ സത്യം താൻ പുറത്തു കൊണ്ടുവരുമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അങ്ങനെ അവർക്ക് കഴിക്കുവാനായിട്ട് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുകയാ. പക്ഷേ ഫുഡൊന്നും അവർ കഴിക്കുന്നതേയില്ല. മാത്രവുമല്ല എന്തു ചോദിച്ചിട്ടും അതിനുള്ള ഉത്തരവും കൊടുക്കുന്നില്ല. ആഹാരം കഴിക്കുവാനായിട്ട് അവന്മാരെ ഒരുപാട് നിർബന്ധിക്കും. എന്നാൽ അവന്മാരാണെങ്കിൽ ആഹാരം കഴിക്കുവാനേ കൂട്ടാക്കുന്നില്ല. ഞങ്ങൾ കഴിക്കണമെങ്കിൽ ദേ ഈ ഹോട്ടലിലെ ബിരിയാണി തന്നെ വേണമെന്ന് വികാസ് പറയുന്നു. വികാസ് പറഞ്ഞ അതേ ഹോട്ടലിൽ നിന്നും 25 ബിരിയാണി വാങ്ങിക്കൊണ്ടുവരുവാനായിട്ടാ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. 5 പേർക്ക് എന്തിന് 25 ബിരിയാണി എന്ന് എല്ലാവരും ചിന്തിക്കും. അങ്ങനെ 25 ബിരിയാണി വാങ്ങിക്കൊണ്ടുവരുന്നു. ആദ്യത്തെ ബിരിയാണി കൊടുത്തത് വികാസിനായിരുന്നു. വികാസിന് നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ആർത്തിയോടുകൂടി ആ ബിരിയാണി കഴിച്ചു. രണ്ടാമതും അടുത്ത പൊതി കൊടുക്കുകയാണ്. അതും വികാസ് കഴിച്ചു. മൂന്നാമതും കൊടുക്കുകയാണ്. അത് വികാസിന് കഴിക്കുവാനിട്ട് കുറച്ച് പാടായിരുന്നു. വീണ്ടും വീണ്ടും ബിരിയാണി കൊടുത്തുകൊണ്ടേയിരുന്നു. താൻ ആഹാരം കഴിച്ച് തന്റെ വയറ് പൊട്ടി താൻ മരിക്കുമെന്ന് പേടിച്ച വികാസാണെങ്കിൽ ഇനി എനിക്ക് ഒന്നും തരരുത് എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും പോലീസ് ഉദ്യോഗസ്ഥൻ കേട്ടതേയില്ല. അവനെ കൊണ്ട് വീണ്ടും വീണ്ടും കഴിപ്പിച്ചുകൊണ്ടേയിരുന്നു. സഹിക്കാനാകാതെ വികാസാണെങ്കിൽ ഞാൻ എല്ലാ സത്യവും തുറന്നു പറയാം, അങ്ങനെ തുറന്നു പറഞ്ഞാൽ ഇനി എന്നെ കൊണ്ട് കഴിപ്പിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം അവൻ തുറന്നു പറഞ്ഞു. അവൻ മാത്രമല്ല അവന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സും ചേർന്ന് എന്തൊക്കെയാണ് ചൈത്രയെ ചെയ്തതെന്ന് ഓരോന്നോരോന്നായിട്ട് പറയുവാനായും തുടങ്ങി. അതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥൻ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കോടതിയിലേക്കും ആ ഒരു കേസ് എത്തുന്നു. കോടതിയിൽ ഇവർക്കെതിരായിട്ടാണല്ലോ എല്ലാ തെളിവും വന്നിരിക്കുന്നത്. പക്ഷേ പിള്ളേരെല്ലാം വലിയ വലിയ ആളുകളുടെ മക്കളും. അതുകൊണ്ട് തന്നെ ഇവരുടെ പാരന്റ്സ് ആണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ലോയറിനെ തന്നെ ഏർപ്പാടാക്കുകയാണ്. എന്നാൽ ലോയർ ആണെങ്കിൽ ചൈത്രയ്ക്കെതിരായിട്ട് കേസ് കൊണ്ടുവരുവാനായി ശ്രമിക്കുന്നു. ചൈത്ര തന്റെ ഇഷ്ടപ്രകാരമാണ് ആ പയ്യന്മാർക്കൊപ്പം പോയതെന്നാണ് ആ ഒരു വക്കീൽ തെളിയിക്കുവാനായി ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ചൈത്ര അവളുടെ സമ്മതത്തോടു കൂടി വികാസിന്റെ കാറിൽ കയറുന്ന CCTV ഫുട്ടേജും കാണിച്ചു കൊടുക്കും. കേസ് ചൈത്രയ്ക്കെതിരായിട്ട് തിരിയുകയായിരുന്നു. മാത്രവുമല്ല ചൈത്രയ്ക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പായിരുന്ന സമയത്തായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു തെളിവുമായിട്ട് എത്തുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യുവാനായിട്ട് അവന്മാർ ഉപയോഗിച്ചിരുന്ന വികാസിന്റെ ഫോൺ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരിക്കുന്നു. വികാസ് ആരും അറിയാതെ ഫോൺ ഉപേക്ഷിച്ചതായിരുന്നു. ആ ഫോൺ പോലീസുകാർ കണ്ടെത്തി. അവന്റെ വീട്ടിലെ കുപ്പത്തൊട്ടിയിൽ നിന്നാണ് ആ ഒരു ഫോൺ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഫോണാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കി. അതോടുകൂടി ചൈത്രയോട് അവർ ചെയ്തിരുന്ന ക്രൂരതകൾക്ക് എത്രത്തോളം ആഴമുണ്ടെന്നുള്ള കാര്യം കോടതിക്കും ബോധ്യപ്പെട്ടു. അതോടെ അവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണ്. അതറിഞ്ഞ് വികാസും കൂട്ടരും പൊട്ടിക്കരയുന്നു. അങ്ങനെ വികാസിനെയും കൂട്ടരെയും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വികാസ് സൂയിസൈഡിന് ശ്രമിച്ചു. വികാസിനെ ഇപ്പോൾ ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വിവരം ന്യൂസിലൊക്കെ വരുന്നു. അതറിയുന്ന വികാസിന്റെ അച്ഛനും അമ്മയും ആകെ തകർന്നു പോവുകയാണ്. ഉടനെ തന്നെ അമ്മയാണെങ്കിൽ വികാസിനെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്കും എത്തി. വികാസിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുകയാണ്. വികാസിനെ കാണുവാൻ വേണ്ടിയിട്ട് വിന്ധ്യ അകത്തേക്ക് കയറും.
എന്നിട്ട് ബോധം വന്ന തന്റെ മകനോട് പറയുന്നത്, നീയൊക്കെ എങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന് കരുതിയോ? നീയൊക്കെ ചെയ്ത കുറ്റത്തിന് ഇതൊന്നുമല്ല അനുഭവിക്കേണ്ടത്. നീയൊക്കെ അത്രയും ക്രൂരത ചെയ്തിട്ടും ആ പെൺകുട്ടി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. നീയൊക്കെ ചെയ്ത തെറ്റിന് നിനക്കൊക്കെ ശിക്ഷ വാങ്ങി തരുവാൻ വേണ്ടിയിട്ടാ അവളിന്നും ജീവനോടെ ഇരിക്കുന്നത്. നീയൊക്കെ ഇനിയും അനുഭവിക്കണം. ജയിലിലേക്ക് പോയിട്ട് ഇഞ്ചിഞ്ചായിട്ട് നീയൊക്കെ അനുഭവിക്കുമെന്നും അമ്മ അവനോട് പറയുന്നു. മകൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നതോ മകനെ പുറത്തിറക്കുവാനായി ശ്രമിക്കുന്നതോ ആയിട്ടുള്ള ഒരമ്മയായിരുന്നില്ല വിന്ധ്യ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ വികാസിനെയും കൂട്ടരെയും നേരെ കൊണ്ടുപോകുന്നത് ജയിലിലേക്കാണ്. അവരെ എല്ലാവരെയും ഒരുമിച്ചൊരു ജയിലിലല്ല ഇട്ടിരുന്നത്. ഓരോരുത്തരെയും ഓരോ സെല്ലിലാണ് അടച്ചത്. വികാസ് ചെല്ലുന്നതോ ഒരു സൈക്കോ ആയിട്ടുള്ള ആൾ കിടക്കുന്ന സെല്ലിലേക്കും. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ വികാസിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു. വികാസ് ചെയ്തിരിക്കുന്നത് അത്രയും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പേരും പറഞ്ഞ് അവരവനെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇവനോട് മോശമായിട്ടൊക്കെ പെരുമാറുവാനായിട്ടും ആ ഒരു സൈക്കോയും ടീമും ശ്രമിക്കും. ഒടുവിൽ അത് സഹിക്കാനാകാത്ത വികാസാണെങ്കിൽ എല്ലാവരുടെയും മുന്നിലിട്ട് ആ ഒരു സൈക്കോയെ തല്ലുന്നു. ആ ഒരു ജയിലിനെ മുഴുവൻ കൺട്രോളിൽ വെച്ചിരുന്നതായിരുന്നു ആ സൈക്കോ. മാത്രവുമല്ല എല്ലാവർക്കും അവനെ പേടിയാ. അങ്ങനെയുള്ള ആ സൈക്കോയെ ഇപ്പോൾ വികാസ് തല്ലിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജയിലിലുള്ള ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വികാസിനെ പേടിയാകുവാനായും തുടങ്ങി. എല്ലാവരും വികാസിനെ പിന്നീട് അവരുടെ തലവനായി കണ്ടു തുടങ്ങി. അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതമെല്ലാം വികാസ് എല്ലാവർക്കും മുന്നിൽ ഒരു ഹീറോയെ പോലെയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ 6 വർഷം കടന്നുപോയി. ഈ 6 വർഷത്തിൽ വികാസിന്റെ സ്വഭാവത്തിൽ ഒരു നല്ല പെരുമാറ്റം പോലും ഉണ്ടായില്ല. അവൻ അവിടെ ചേർന്ന് ഏതൊക്കെ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ പഠിക്കാനായിട്ട് പറ്റുമോ അതെല്ലാം പഠിച്ചു. ഡ്രഗ് ഡീലറുമായിട്ട് കമ്പനി വെച്ചു. എന്നിട്ട് അവരുമായിട്ട് ചേർന്ന് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുവാനായിട്ടും തുടങ്ങി. എല്ലാ തരത്തിലുള്ള പരിപാടികളും അവൻ അവിടെ കിടന്ന് തന്നെ പഠിക്കുകയുണ്ടായി. എന്നാൽ വിന്ധ്യ കരുതിയത് തന്റെ മകൻ 6 വർഷം ജയിലിൽ കിടന്നില്ലേ, അവൻ എന്തായാലും മാറി കാണും, അവനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാമെന്ന് കരുതി അവനെ പരോളിൽ ഇറക്കുവാനായിട്ടും വിന്ധ്യ തീരുമാനിക്കുന്നു. വിന്ധ്യയുടെ മനസ്സിൽ നല്ല കുറ്റബോധമുണ്ട്. തന്റെ മകൻ ഇങ്ങനെയായി പോകാൻ കാരണം താനും തന്റെ ഹസ്ബൻഡുമാണെന്നാണ് വിന്ധ്യ കരുതുന്നത്. അവരവനെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനൊരു പ്രവൃത്തിയൊന്നും ചെയ്യില്ല. മാത്രമല്ല വിന്ധ്യയും ഹസ്ബൻഡും അവരുടെ ജോലിയിൽ തിരക്കിലായിരുന്നല്ലോ. മകനെ ശ്രദ്ധിക്കുവാനായിട്ടും അവർക്ക് സമയം കിട്ടിയില്ല. ഇനിയെങ്കിലും അവൻ നല്ലതായി കാണും, അവന് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണമെന്നും വിന്ധ്യ തീരുമാനിക്കുന്നു. പക്ഷേ ജയിലിൽ കിടക്കുന്ന വികാസ് എത്രത്തോളം ഡേഞ്ചർ ആയിരിക്കുമെന്നുള്ള കാര്യം വിന്ധ്യയ്ക്ക് അറിയത്തില്ല. അവൻ മാറിക്കാണുമെന്ന് കരുതി വിന്ധ്യ അവനെ പരോളിൽ പുറത്തിറക്കുന്നു. വികാസ് എത്രത്തോളം മോശമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്താലും അക്കാഡമിക് പരമായിട്ട് നോക്കുകയാണെങ്കിൽ അവൻ പഠിക്കുവാനൊക്കെ നല്ല മിടുക്കനാ. അതുകൊണ്ട് തന്നെ തന്റെ മകന്റെ ജീവിതം എങ്ങനെ ജയിലിൽ കളയാനുള്ളതല്ല. അവന് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ അവൻ ഇതൊക്കെ മാറി പുറത്തേക്ക് വരുമെന്നാണ് വിന്ധ്യ കരുതി ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പരോളിലിറങ്ങി വികാസിനെയും കൂട്ടി കാറിൽ പോകുന്ന സമയം ഒരു ഘട്ടത്തിൽ കാർ നിർത്തിയിട്ട് വികാസ് അതിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. വികാസിന് പിന്നാലെ വിന്ധ്യയും പോകുന്നുണ്ട്. വികാസ് നീ അവിടെ നിൽക്ക്, എവിടേക്കായി പോകുന്നതെന്ന് വിന്ധ്യ ചോദിച്ചിട്ടും വികാസ് കേൾക്കുന്നതേയില്ല. വികാസ് ഓടിക്കൊണ്ടിരിക്കുക. അവസാനം അവൻ പഴയൊരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു ബിൽഡിങ്ങിനുള്ളിലേക്കാണ് വന്ന് കയറിയിരിക്കുന്നതും. അവനെ ഫോളോ ചെയ്ത് വിന്ധ്യയും എത്തുന്നുണ്ട്. വിന്ധ്യ അവിടെ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അവൻ അവിടേക്ക് ഓടി വന്നത് ഡ്രഗ്സ് എടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അവനോട് ജയിലിൽ കിടന്ന അവന്റെ കൂട്ടാളികൾ പറഞ്ഞിട്ടുണ്ട്, പരോളിൽ ഇറങ്ങുന്ന സമയത്ത് നീ ഇന്ന സ്ഥലത്തേക്ക് പോയാൽ മതി, അവിടെ നിനക്ക് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ ഉണ്ടാകും, അവിടെ എന്റെ ആളുകളും ഉണ്ടാകുമെന്നും വികാസിനോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് തനിക്ക് ഡ്രഗ്സിന് വേണ്ടിയിട്ടാണ് വികാസ് ഓടിയെത്തിയിരിക്കുന്നതും. അത് കണ്ട് വിന്ധ്യ ആകെ തകർന്നു പോകുന്നു. വിന്ധ്യ അവിടെ നിന്നും വികാസിനെ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വികാസിനെ ഒരുപാട് ഉപദേശിക്കുന്നു. എന്നാൽ അതൊന്നും കേൾക്കുവാനായിട്ട് വികാസ് കൂട്ടാക്കുന്നതേയില്ല. അവനെ ഒരു കുഞ്ഞിനെ പോലെ നോക്കുവാനായിട്ടാണ് വിന്ധ്യ ശ്രമിക്കുന്നതും. പക്ഷേ വികാസിനാണെങ്കിൽ അച്ഛനോടും അമ്മയോടും വല്ലാത്ത ദേഷ്യം. എന്നെ നിങ്ങൾ നേരെയാക്കുവാനായിട്ടൊന്നും ശ്രമിക്കേണ്ട എന്ന് വികാസ് പറയുന്നു. എന്നാൽ വിന്ധ്യ പറയുന്നത്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നീ ഇനിയും നന്നായിട്ട് പഠിക്കണം, എക്സാം ഒക്കെ എഴുതണം, നീ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ലെവലിൽ എത്തണമെന്നുമൊക്കെ വിന്ധ്യ ഉപദേശിക്കും. എന്തായാലും എന്റെ ലൈഫ് ഇങ്ങനെ തന്നെയാ, ഞാൻ ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാണ് വികാസ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്റെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കൂട്ടുകാരുമൊത്താണ് വികാസ് കറങ്ങി നടക്കുന്നത്. മാത്രവുമല്ല വീട്ടിലൊക്കെ അവരെ വിളിച്ചുകൊണ്ടുവന്ന് പാർട്ടിയൊക്കെ നടത്തുന്നു. വിന്ധ്യയുടെ കൈവശം അത് നിൽക്കില്ല എന്നുള്ള കാര്യം വിന്ധ്യയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വിന്ധ്യ നേരെ പോകുന്നത് വികാസിനെയൊക്കെ ജയിലിലടച്ച ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അന്ന് കമ്മീഷണറായ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നർക്കോട്ടിക്സിലാണ് വർക്ക് ചെയ്യുന്നതും. പോലീസ് ഉദ്യോഗസ്ഥനോട് വിന്ധ്യ എല്ലാ കാര്യങ്ങളും പറയുന്നു. ജയിലിൽ നിന്ന് വന്നതിൽ പിന്നെ അവൻ ഡ്രഗ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ജയിലിലുള്ള ആരൊക്കെയാണ് അവനെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെയും അവന് കുറച്ച് കൂട്ടുകെട്ടുകളുണ്ട്, എനിക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, സാർ എന്തെങ്കിലും ചെയ്യണമെന്നാണ് വിന്ധ്യ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നത്. അങ്ങനെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ വികാസിനെ പിടികൂടുകയും
വികാസിനെ വെച്ച് ഡ്രഗ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നവരെ കണ്ടെത്തുകയും ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരെയും പിടികൂടിയിട്ട് എല്ലാത്തിനെയും എൻകൗണ്ടർ ചെയ്ത് കളയുമെന്ന് വിരട്ടുകയും ചെയ്തു. പക്ഷേ ഈ വിരട്ടലൊന്നും വികാസിനും കൂട്ടർക്കും ഏറ്റതേയില്ല. അവർ പഴയതിലും അപ്പുറമായി മാറി. അന്ന് ഡ്രഗ്സ് ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ദേ ഇപ്പോൾ മദ്യപിക്കുവാനായും ആരംഭിച്ചു. തന്റെ കൂട്ടുകാരെയെല്ലാം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് മദ്യപിക്കുകയാണ്. ഡ്രഗ്സ് അടിച്ചാലല്ലേ കുഴപ്പം, മദ്യപിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്നൊരു മട്ടിലാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കാണുന്ന ബിന്ദിയാണെങ്കിൽ ആകെ ടെൻഷനാവുകയും തന്റെ മകനെ തനിക്ക് നേരെയാക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് അവിടെയുണ്ടായിരുന്ന തോക്കെടുത്ത് അവിടെയുണ്ടായിരുന്ന മദ്യക്കുപ്പികളെല്ലാം വെടിവെച്ച് തകർക്കുന്നു. മാത്രവുമല്ല, വികാസിന്റെ കൂട്ടുകാർക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് ഇനി നിന്നെയൊക്കെ ഈ പരിസരത്ത് കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് കൊന്നുകളയുമെന്ന് വിരട്ടുകയാണ്. കൂട്ടുകാരെല്ലാവരും അവിടെ നിന്ന് പോയെങ്കിലും വികാസാണെങ്കിൽ ഫുൾ മദ്യപിച്ച് ബോധമില്ലാതെ നിൽക്കുകയാണ്. തന്റെ അമ്മയാണെന്ന് പോലും നോക്കാതെ ബിന്ദിയുടെ കഴുത്തിന് ഞെരിക്കുന്നു. മാത്രവുമല്ല, ബോധമില്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് തന്റെ അമ്മയാണെന്ന് പോലും അവൻ മറന്നുപോയി. വിന്ധ്യയോടും അവൻ മോശമായി പെരുമാറുവാനായിട്ടും ശ്രമിക്കുക. വികാസിന്റെ പ്രവൃത്തിയിൽ ആകെ തകർന്നു പോയ വിന്ധ്യ തന്റെ മകനാണെന്ന് പോലും നോക്കാതെ കയ്യിൽ കിട്ടിയതൊക്കെ വെച്ച് അവനെ ഒരുപാട് തല്ലുന്നു. എന്നിട്ട് ഇനി നിന്നെ എനിക്ക് ഒരിക്കലും നേരെയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഇനി എന്തായാലും ഞാനും നശിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിച്ച് വിന്ധ്യയാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന ഒരു മദ്യത്തിന്റെ കുപ്പിയെടുത്ത് അവൾ കുടിക്കുവാനായും തുടങ്ങി. മദ്യപിച്ച വിന്ധ്യയ്ക്ക് ഈ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ പോലും മനസ്സിലാകില്ല, അത്രയ്ക്ക് ലഹരിയല്ലേ ഉള്ളിലേക്ക് ചെല്ലുന്നതെന്നുള്ള കാര്യം വിന്ധ്യയ്ക്ക് മനസ്സിലായി. വിന്ധ്യ അങ്ങനെ ആ ഒരു ബോട്ടിൽ ഫുള്ളാ കുടിക്കുകയാണ്. അടുത്ത ദിവസം ഉറക്കമുണരുന്ന വികാസിന് താൻ തലേ ദിവസം എന്തൊക്കെ ചെയ്തുവെന്നും എത്ര ക്രൂരമായിട്ടാണ് സ്വന്തം അമ്മയാണെന്ന് പോലും നോക്കാതെ പെരുമാറിയതെന്നൊക്കെ അവന് മനസ്സിലാകുന്നു. അമ്മയ്ക്കടുത്തേക്ക് ക്ഷമ പറയുവാനായി എത്തുന്ന സമയത്ത് വിന്ധ്യയാണെങ്കിൽ കുടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുകയാ. മാത്രമല്ല, അവളും പതിയെ പതിയെ മദ്യത്തിന് അടിമയാവുകയാണ്. ആ ഒരു കാര്യം വികാസിന് മനസ്സിലായി. താൻ കാരണം തന്റെ അമ്മ നശിച്ചു പോവുകയാണല്ലോ എന്നുള്ള കാര്യം വികാസ് ചിന്തിക്കുന്നു. മാത്രമല്ല, ഡ്രഗ്സിന് അഡിക്റ്റായ ഒരു പെൺകുട്ടിയാണെങ്കിൽ റെയിൽവേ ട്രാക്കിൽ വീണ് മരണപ്പെട്ട വിവരവും വികാസ് അറിയുന്നു. അതോടുകൂടി താൻ കാരണം തന്റെ അമ്മയ്ക്കും ഇതുപോലെ സംഭവിക്കുമോ എന്നുള്ളൊരു പേടി അവനുണ്ടായി. വിന്ധ്യ പതിയെ പതിയെ മദ്യപാനത്തിന് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നത് വികാസിന് മനസ്സിലായി. ഞാൻ കാരണമാണല്ലോ എന്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച് വികാസ് മാറുവാനായിട്ടും തീരുമാനിച്ചു. അവൻ അവന്റെ അമ്മയോട് വന്ന് സംസാരിക്കുക. പതിയെ പതിയെ അവൻ ഈ കുടിക്കുന്ന സ്വഭാവം എല്ലാം ഉപേക്ഷിച്ചു. പഠനത്തിലേക്ക് അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതോടുകൂടി വിന്ധ്യയും അവൾ കുടിക്കുന്ന ആ ഒരു സ്വഭാവം ഉപേക്ഷിച്ചു. എന്നിട്ട് വികാസിനെ പഠിക്കുവാനായിട്ടും ഹെൽപ്പ് ചെയ്യുക. അവന് വേണ്ടിയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ട് അവൻ എല്ലാം പ്രിപ്പയർ ചെയ്യുക. എക്സാം ദിവസമെത്തി. എല്ലാവരും വികാസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ വികാസ് ആണെങ്കിൽ എക്സാം എഴുതുവാനായിട്ട് എത്തുന്നതേയില്ല. അവന് വിളിച്ചു നോക്കിയിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. വികാസിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ടെൻഷനായി നിൽക്കുകയാണ് വിന്ധ്യയും കൂട്ടരും. അതേസമയം വികാസിനെ കാണിക്കുന്നു. സത്യത്തിൽ വികാസ് എന്തുകൊണ്ടാണ് എക്സാം എഴുതാൻ പോകാത്തതെന്നാൽ വികാസിന്റെ ആ ഒരു കൂടെ ജയിലിലുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാവരും പുറത്തിറങ്ങിയിരിക്കുക. കൂട്ടുകാർ നേരെ വന്നത് വികാസിനെ കാണുവാൻ വേണ്ടിയിട്ടും. എന്നിട്ട് വികാസിനോട് അവർ പറയുന്നത്, നമ്മൾ ജയിലിൽ പോകുവാനായിട്ട് കാരണം ആരാണ്? ആ ഒരു കമ്മീഷണറാണോ? അല്ല, നിന്റെ അമ്മ തന്നെയാ. വീഡിയോ ഷൂട്ട് ചെയ്ത ആ ഒരു ഫോൺ കുപ്പത്തൊട്ടിയിൽ നിന്നും കണ്ടെത്തി കമ്മീഷണറിന് കൊടുത്തത് ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ അമ്മ തന്നെയാ. നിന്റെ അമ്മയാണ് നമ്മൾ ജയിലിലായി നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ നശിക്കാനായിട്ട് കാരണമെന്നും വികാസിനോട് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട വികാസ് ആണെങ്കിൽ ആകെ തകർന്നു പോവുകയും വീണ്ടും അവന് അമ്മയോട് വല്ലാത്ത ദേഷ്യമുണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് എക്സാം എഴുതുവാനായിട്ട് അവൻ പോകാത്തതും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മാറി നിൽക്കുന്നതും. തന്റെ മകൻ അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ വിന്ധ്യ ആകെ തകർന്നു പോകുന്നു. മകൻ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം താനാണ്. കുട്ടിക്കാലം മുതലേ അവനെ നന്നായിട്ട് വളർത്തിയിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു. ഞാൻ എൻ്റെ മകനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെ ആയത്. അവനെ നന്നായിട്ട് വളർത്താത്തത് ഞാനാണ്. അപ്പോൾ ശിക്ഷ കിട്ടേണ്ടത് എനിക്കാണെന്ന് ചിന്തിച്ചാണ് വിന്ധ്യ ഇപ്പോൾ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നതും. അതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത്. വിന്ധ്യയെ പോലെ തന്നെ ബാക്കിയുള്ള 5 കുട്ടികളുടെയും പാരന്റ്സും കോടതിയിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നന്നായിട്ട് വളർത്തിയില്ല എന്നാണ് പാരന്റ്സ് പറയുന്നത്. അത് കേട്ട് ജഡ്ജി പറയുന്നതോ, ഈ ഒരു കാര്യത്തിലൊന്നും കേസെടുക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ മക്കളെ ഇനിയെങ്കിലും നന്നായിട്ട് വളർത്തുമെന്ന് പറഞ്ഞ് ആ ഒരു കേസും ഡിസ്മിസ് ചെയ്യുന്നു. കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് വികാസിനെ ബിന്ദി കാണുന്നത്. വികാസിന്റെ പരോൾ കാലാവധി അവസാനിച്ചിരിക്കുന്നു. വികാസിനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞു, എന്റെ മകന്റെ ഭാവി ഇതോടെ തീർന്നു. ഇനി ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് വിന്ധ്യ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു അവിടേക്ക് ആ ഒരു കമ്മീഷണർ എത്തുന്നത്. കമ്മീഷണറാണെങ്കിൽ പോകുന്ന വണ്ടി തടഞ്ഞതിന് ശേഷം വികാസിനടുത്തേക്ക് എത്തുന്നു. നിനക്ക് ഇനിയൊരു അവസരം കൂടിയുണ്ട്. നിന്റെ രണ്ടാമത്തെ ചാൻസ്. എക്സാം എഴുതുവാനായിട്ട് ഒരവസരമുണ്ട്. ഡൽഹിയിൽ അടുത്ത ആഴ്ച ഒരു എക്സാം നടക്കുന്നുണ്ട്. ഡൽഹിയിലെ ആ ഒരു എക്സാം നീ എന്തായാലും അറ്റൻഡ് ചെയ്യണം. നിനക്ക് വേണ്ടിയിട്ട് നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടതാ. നീ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം. ലോക്കൽ മജിസ്ട്രേറ്റിനെ കണ്ട് ഒരു അപ്രൂവൽ ലെറ്റർ വാങ്ങിക്കൊണ്ട് വരണം. അതിനുശേഷം പോയി എക്സാം എഴുതണം. നിനക്കുള്ള സെക്കൻഡ് ചാൻസ് ആണ് അതെന്നുള്ള കാര്യം കമ്മീഷണർ പറയുന്നു. അത് കേട്ട് വിന്ധ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്.
അങ്ങനെ ലോക്കൽ മജിസ്ട്രേറ്റിൽ നിന്നും അപ്രൂവൽ ലെറ്റർ വാങ്ങുവാൻ വേണ്ടിയിട്ട് ക്ലീൻ ഷേവൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് റെഡിയായി നിൽക്കുകയാണ് വികാസ്. വികാസിനൊപ്പം അമ്മയായ വിന്ദയുമുണ്ട്. അങ്ങനെ ലോക്കൽ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ലോക്കൽ മജിസ്ട്രേറ്റ് മറ്റാരുമല്ല, വികാസും കൂട്ടരും ചേർന്ന് ക്രൂരമായി റേപ്പ് ചെയ്ത ചൈത്ര തന്നെയാണ്. ഈ 6 വർഷം കൊണ്ട് ചൈത്ര നന്നായിട്ട് പഠിച്ചു. അവളിപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ വലിയൊരു പൊസിഷനിലും എത്തിയിരിക്കുകയാണ്. അവൾ ഒരിക്കലും തളർന്നു പോയില്ല. അവൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന പേരിൽ അവളുടെ ജീവിതം അവസാനിപ്പിക്കാനോ വീട്ടിൽ തന്നെ കൂനിക്കൂടി ഇരിക്കുവാനായിട്ടോ അവൾ തയ്യാറായില്ല. അവൾ നന്നായിട്ട് പഠിച്ചു. അവൾ ആഗ്രഹിക്കുന്ന പൊസിഷനിലും എത്തി. മാത്രവുമല്ല, ചൈത്രയുടെ വിവാഹവും കഴിഞ്ഞിരിക്കുകയാണ്. സന്തോഷമായിട്ടുള്ള ഒരു കുടുംബജീവിതവും ചൈത്ര നയിക്കുന്നുണ്ട്. ദേ ഇപ്പോൾ അവളെ നശിപ്പിച്ചവൻ തന്നെ അവളുടെ മുന്നിൽ അപ്രൂവൽ ലെറ്റർ വാങ്ങുവാനായിട്ട് എത്തിയിരിക്കുക. ചൈത്രയാണ് അവിടെ ഇരിക്കുന്നതെന്നറിഞ്ഞ് വികാസിന് കുറ്റബോധം താങ്ങാനായില്ല. അവന് അവളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ തലയും കുനിച്ചിരിക്കുകയാണ്. ചൈത്രയാണെങ്കിലോ തന്നെ നശിപ്പിച്ചവനാണ് മുന്നിലിരിക്കുന്നത് എന്നൊന്നുമുള്ള രീതി കാണിക്കാതെ അവന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങുന്നു. മാത്രമല്ല, ഓരോ കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കുന്നു. അവന് അപ്രൂവൽ കൊടുക്കണമെങ്കിൽ അവൻ അതിനുള്ള യോഗ്യത വല്ലതും ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങളും ചോദിക്കുകയാണ്. പക്ഷേ ചൈത്രയുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന വികാസാണെങ്കിൽ അതിന് ഉത്തരവും കൊടുക്കുകയാണ്. ചൈത്രയാണെങ്കിലോ തന്റെ മനസ്സിൽ ദേഷ്യമോ പകയോ വെറുപ്പോ ഒന്നും വെക്കാതെ അവൾ അപ്രൂവും ചെയ്യുന്നു. വേണമെങ്കിൽ ചൈത്രയ്ക്ക് തന്നോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തവനെ അപ്രൂവ് ചെയ്യാതെ റിജക്റ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ അവൾ അത് ചെയ്തില്ല. അപ്രൂവൽ ലെറ്റർ കൊടുക്കുന്ന സമയത്തും ഓൾ ദ ബെസ്റ്റ് പറയുകയാണ് ചൈത്ര. കുറ്റബോധം താങ്ങാനാകാതെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന വികാസാണെങ്കിൽ അമ്മയുടെ കയ്യിൽ ആ ഒരു അപ്രൂവൽ ലെറ്റർ ഏൽപ്പിക്കുന്നു. അതിനുശേഷം അമ്മയുടെ കാലിൽ വീണവൻ കരയുകയാണ്. അവന് കുറ്റബോധം താങ്ങാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, കണ്ണീർ കൊണ്ട് അമ്മയുടെ കാല് കഴുകി എന്ന് തന്നെ പറയാം. അതോടുകൂടി സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.